നിങ്ങൾ വായിച്ചോ ക്വസ്റ്റ്യൻ? വായിക്കാത്തൊരു കുഴപ്പമില്ല, നമുക്കിപ്പോൾ വായിക്കാം എല്ലാവരും. ദ സ്റ്റാൻഡേർഡ് വായിക്കണം. സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ജോബ് എക്സീസ് എത്രയാണ്? 100 hours. 100 മണിക്കൂറാണ് സ്റ്റാൻഡേർഡ് ടൈം കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി അടിയിൽ ദ ജോബ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ബൈ അമർ. അമർ എത്ര സമയം കൊണ്ടെടുത്തു? 60. അപ്പം അമർ എത്ര സേവ് ചെയ്തു? 40. 70 ആണ് അക്ബർ. പിന്നെ ഏതാ? അന്തോണി. ആന്റണി എന്നാ അന്തോണി? അമർ, അക്ബർ. ആ സിനിമയുടെ പേരെന്താ? അന്തോണി തന്നെ. ആന്റണി എന്നല്ലേ? അമർ, അക്ബർ, അന്തോണി. യെസ്. അമർ ആരായില്? പൃഥ്വിരാജ്. അക്ബർ ആരാ? ജയസൂര്യ. പൃഥ്വിരാജിന്റെ ഏട്ടനല്ലേ? ഇന്ദ്രിയത്തായില്ലേ? യെസ്. ഇന്ദ്രിയത്തും പൃഥ്വിരാജും പിന്നെ യെസ്. അപ്പൊ ആന്റണി എന്താ? അന്തോണി എന്തേ? അന്തോണി അല്ല, ഞാൻ വെറുതെ ചോദിച്ചാ. അമർ, അക്ബർ, അന്തോണി. അപ്പൊ 95. അപ്പൊ എത്രയാണ്? അന്തോണി 5 മണിക്കൂറും മറ്റേത് എത്ര? 30 മണിക്കൂറും പിന്നെ 40 മണിക്കൂറും സേവ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി അടിയിൽ ശ്രദ്ധിച്ചോ. ദ ബോണസ് കണ്ട, വായിക്കുമ്പോ ശ്രദ്ധിക്കാത്ത എന്താ? ദ ബോണസ് സിസ്റ്റം അപ്ലിക്കബിൾ ടു ദ ജോബ് ഈസ് ആസ് ഫോളോസ്. അടുത്ത അടിയിൽ സേവിങ്സ് അപ് ടു എത്രയാണ്? 10%. 10% വരെ സേവ് ചെയ്താൽ അപ്പൊ എത്രയാണ്? 10% ഓഫ് ടൈം സേവ്ഡ്. ടൈം സേവ്ഡിന്റെ എത്ര ശതമാനം ബോണസ് കിട്ടും? 10%. ഓക്കെ അല്ലേ? പിന്നെ 11 to 12 ആണെങ്കിൽ എത്രയാ? ഓക്കെ. അപ്പൊ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമുക്ക് ആദ്യത്തെ ആളുടെ അടുത്ത് നോക്കാം. ആദ്യത്തെ ആള് എത്ര ശതമാനം സേവ് ചെയ്തു എന്ന് എങ്ങനെ കാണാം? 40 അല്ലേ ടൈം സേവ്ഡ്? എത്രയിൻ്റെ? സ്റ്റാൻഡേർഡിൻ്റെ. അപ്പം അതിനൊരു ഇക്വേഷൻ ടൈം സേവ്ഡ് ഇല്ലേ? ടൈം സേവ്ഡ് എന്ന് എഴുതിയിട്ട് അവിടെ ഒരു ഇക്വേഷൻ എഴുതി വെച്ചാൽ എങ്ങനെ ടൈം സേവ്ഡ് കാണുന്നുള്ളത്. ഏതാ? ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം. ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം. പെർസെൻറ്റേജ് കാണാം. ഞാനെന്താ പറഞ്ഞു? ഇതല്ലേ ടൈം സേവ്ഡ്. എങ്ങനെ കാണാം? ടൈം സേവ്ഡ് കാണാനുള്ള ഇക്വേഷൻ അല്ല, പെർസെൻറ്റേജ് ഓഫ് ടൈം സേവ്ഡ് കാണാനാണ്. ഓക്കെ, അതങ്ങനെ ചോദിച്ചാലോ. പെർസെൻറ്റേജ് ഓഫ് ടൈം സേവ്ഡ്. അപ്പോൾ ടൈം സേവ്ഡ് ഓൺ എഴുതിൻ്റെ മുകളിൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ ടൈം സേവ്ഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇയാളുടെ കണ്ടേ ആദ്യത്തെ ആളാരാണ്? അമറിൻ്റെ കാണും. അമർ എത്ര ടൈം സേവ് ചെയ്തുള്ളത്? ടൈം സേവ്ഡ് ഈസ് ഈക്വൽ ടു 40 മണിക്കൂർ ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100. എത്രയാ? 40%. സിമ്പിൾ അല്ലേ? ഇനി അമറിന് എങ്ങനെയാണ് ബോണസ് പ്ലാൻ സെറ്റ് ചെയ്ത് വയ്ക്കുക? പറയൂ. 40 ഇങ്ങനെ നോക്ക്. അമർ ഏതിലാ പെടുക? എല്ലേലും പെടും അല്ലേ? എല്ലേലും ഇല്ല. ഓക്കെ, ഏതുവരെ? 40% വരെ. ഇതുവരെയുള്ള അമറിന് പറ്റും. കോമൺ സെൻസറാ, ആലോചിച്ച് നോക്ക്. ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യനാ ചോദിക്കുക. മറ്റതൊക്കെ ജസ്റ്റ് എന്താണ്? പോപ്പുലർ ആയിട്ടുള്ള ഇൻസെൻറ്റീവ് സ്കീം നമ്മൾ പഠിച്ചു. എക്സാമിന് മോസ്റ്റ് പ്രോബബ്ലി ഇതുപോലെ ചോദിക്കും. അപ്പം അത് ആലോചിക്കാനുള്ള കഴിവ് വേണം. ആ ആലോചിക്കാനുള്ള കഴിവിനല്ലേ നമ്മൾ ഇതുപോലുള്ള ഇൻസെൻറ്റീവ്സ് ഒക്കെ പഠിച്ചത്. ഓക്കെ, ഇനി ആലോചിച്ച് നോക്ക്. ഫസ്റ്റ് എങ്ങനെ അമറിൻ്റെ കഥ പറയുമ്പോൾ 40% ഈക്വൽ ആയിട്ടുള്ള ഹവേഴ്സ് 40 ഹവേഴ്സ് അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ അതിലിങ്ങനെ ഓരോന്ന് പറയും. ആദ്യത്തെ എത്രയാണ്? അപ് ടു 10%. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ എത്ര ഹവേഴ്സായി? 10 ഹവേഴ്സ് ആയില്ലേ? അല്ലടാ, അങ്ങനെയാണെങ്കിൽ ആ 10 ഹവേഴ്സ് ആണെങ്കിൽ എത്ര കിട്ടുക? 10 ഹവേഴ്സിൻ്റെ ടൈം സേവ്ഡിൻ്റെ അവിടെ ഉണ്ട് 10% ഓഫ് ടൈം സേവ്ഡ്. ടൈം സേവ്ഡ് എത്രയാ? 10 ഹവേഴ്സ്. അപ്പോൾ എത്ര വരിക? 10 ഹവേഴ്സിൻ്റെ 10% എത്ര വരും? 1 അവർ. റെഡി ആയില്ലെങ്കിൽ പറയാം, ഇനി പറയാം. മൊത്തം എത്ര ഹവേഴ്സാണ് അയാൾ സേവ് ചെയ്തത്? 40 ഹവേഴ്സ്.
അതിനെ നിങ്ങൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക? പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ എത്ര? 40%. അപ്പോൾ 40%ആണ് അമർ സേവ് ചെയ്തിട്ടുള്ളത്. അതിൽ അമറിന് ആദ്യത്തെ എത്രയാണ്? 10% എടുക്കാം. ഓക്കെ അല്ലേ? 10% എടുക്കുക എന്ന് പറഞ്ഞാൽ 10% ഈക്വൽ ആയിട്ടുള്ള ഹവർ എത്രയാ? 10 ഹവേഴ്സ്. കുഴപ്പമില്ലല്ലോ, 10 ഹവേഴ്സ്. ഈ 10 ഹവറിന്റെ കണ്ട 10 ഹവർ എന്ന് പറയുമ്പോൾ ടൈം സേവ്ഡ് ആണ് എത്ര? 10 ഹവർ. സാറ് ടൈം സേവ്ഡ് 40 അല്ലെന്ന് ചോദിക്കരുതട്ടാ, സ്ലാബാണ്. 10% ഓഫ് ഏതാണ്? ടൈം സേവ്ഡ്. എത്ര വരിക? 10 ഹവർ. ആ 10 ഹവറിന്റെ എത്ര ശതമാനം? 10%. അപ്പൊ എത്ര വരും? 1 അവർ. 1 അവറിനാണ് ഇയാൾക്ക് എന്ത് കിട്ടുക? ബോണസ് കിട്ടുക. ഓക്കെ അല്ലേ? അല്ലാതെ 10 മണിക്കൂറിന് ബോണസ് കിട്ടൂല. അടുത്ത നോക്കാം. ഇനി അടുത്ത ഏതാണ്? 11 to 12. ഓക്കെ അല്ലേ? ക്ലിയർ? 11 to 12. 12 അല്ലേ? 11 to 20. മാറ്റിക്കോ 20%. മക്കളെ അങ്ങനത്തെ ക്വസ്റ്റ്യനും മിസ്റ്റേക്കൊക്കെ എങ്ങനെ മനസ്സിലാവും? ഹോംവർക്ക് തന്നാൽ ഞാൻ PDF ഇട്ട് തരില്ലേ? മനസ്സിലായിട്ട് ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 11 to 20 പറഞ്ഞാൽ 10% തന്നെയല്ലേ? അല്ലടാ, ഇവിടെ അടിയിൽ അപ് ടു ഏത് എഴുതി? 10%. ഇനി അടുത്തത് സ്ലാബ് 11 to എത്രയാണ്? 20%. അങ്ങനെ പറഞ്ഞാൽ എത്ര തന്നെയാണ്? നെക്സ്റ്റ് ഇങ്ങനെ എഴുതാം. നെക്സ്റ്റ് എത്രയാണ്? 10 ഹവേഴ്സ്. അതിന് എത്ര കിട്ടുക? 10 ഹവേഴ്സിന്റെ എത്രയാണ്? 15% ഇൻറ്റു 15% എത്ര വരും? 1.5 ഹവേഴ്സ്. ഓക്കെ അല്ലേ? അടുത്തത് ഏതാ പറയുന്നത്? 21 മുതൽ എത്രയാ? 40 വരെ കഴിഞ്ഞ്. ഇയാളെ പരിപാടി കഴിഞ്ഞ്. അടുത്ത സ്ലാബ് ഏതാ? 21% ടു എത്ര? 40. എത്ര ഹവർ ഉണ്ട്? നെക്സ്റ്റ് എത്ര ഹവർ ഉണ്ട്? 20 ഹവേഴ്സ്. അതിൻ്റെ എത്ര കിട്ടുക? 20 ഹവറിൻ്റെ എത്ര പറഞ്ഞു? 20%. 20% എത്ര വരും? 4 വരും. അങ്ങനെ അയാൾക്ക് മൊത്തം ബോണസ് കിട്ടുന്ന ഹവേഴ്സ് എത്ര? ടോട്ടൽ 4, 5, 6.5 ഹവേഴ്സ്. ഇതേപോലെ നിങ്ങൾ ആരൊക്കെ കാണണം? അക്ബർ കാണണം. അക്ബർ എത്ര ശതമാനമുള്ളത്? 30%. പിന്നെ ആര് കാണണം? അന്തോണിന്റെ കാണും. അന്തോണി എത്ര ഉള്ളത്? ഓക്കെ അല്ലേ? യെസ്. ഇങ്ങനെ ഞാൻ ഇപ്പോൾ വരച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് ഇനി ഇത് വരക്കണം എന്നുള്ള ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ചെയ്യാം. കാണില്ല? അടുത്ത ആളെ കാണില്ല. അടുത്ത ആളെ കാണാം. എക്സ്ക്യൂസ് മീ, അടുത്ത ആളെ കാണാം. എനിക്ക് കിട്ടിയില്ല, സാധനം കിട്ടിയില്ല. ഇനി വൃത്തിയിൽ വേറെ എഴുതണം. വൃത്തി പോരെ? ഞാനല്ലേ എഴുതുന്നത്. എത്രയാണെങ്കിൽ വൃത്തിയൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ? ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? സമയം തരാം. അടുത്ത ആരെ കാണാൻ? അക്ബർ. അപ്പൊ ഞാനിത് മാറ്റട്ടെ. ഞാൻ മറ്റേക്ക് പോട്ടെ. എടാ, ഞാൻ പ്ലെയിൻ ഷീറ്റിലേക്ക് പോട്ടെ. അപ്പൊ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ഇല്ലേ? ഞാൻ ആരാ ഇവിടെ ചെയ്യാൻ പോണ്? അക്ബർ. ഇതപ്പോ എന്താ കാണുന്നത്? ബോണസ് ഹവേഴ്സ്. ഏതാണ്? കാൽക്കുലേഷൻ ഓഫ് എന്താണ്? ബോണസ് ഹവേഴ്സ്. അക്ബർ ഹലോ പ്ലീസ്. അക്ബറിന്റെ ടൈം സേവ്ഡ് പറയണം 30 മണിക്കൂറാണ്. എങ്ങനെ കിട്ടിയേ? 100 മണിക്കൂറിന്റെ പണി അയാൾ എത്ര സമയം കൊണ്ട് ചെയ്തു? 70. അപ്പൊ എത്രയാണ്? 30 ഹവറിന് നമുക്ക് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തൂടെ? 30 ഹവർ ഡിവൈഡഡ് ബൈ 100 ഹവർ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു സിമ്പിളാണ്. എത്രയാണ്? 30%. യെസ്. ഇതിനെ സ്ലാബ് ആക്കണം. ആദ്യം ഏതാണ്? അപ് ടു 10%. 10% പറയുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള ഹവർ എത്രയാ? 10 ഹവർ. അതിനെത്ര കിട്ടുക? 10% അല്ലേ? 10%. അപ്പോൾ എത്ര വരും? 1 വരും. ഓക്കെ അല്ലേ? 1 ഹവർ. ഇനി അടുത്ത ഏതാണ്? ഇനി അടുത്ത സ്ലാബ് ഏതാണ്? അപ് ടു കഴിഞ്ഞ് അടുത്ത ഏതാണ്? 11 to
11% to 20 അല്ലേ? അപ്പൊ എത്ര ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട്? 10 hours അല്ലേ? ഇൻറ്റു അതിൻ്റെ എത്ര? 15%. എത്ര വരും? 1.5 hours. ഇനി ശ്രദ്ധിക്കണം, ഇനി ഇയാളുടെ സ്ലാബ് റേറ്റ് ഇനി അടുത്ത അയാളെങ്ങനെ പറയാം? 30 അല്ലേ? ഇനി അടുത്ത സ്ലാബ് ഏതാണുള്ളത്? 21/40 അല്ലേ? എഴുതുമ്പോ അങ്ങനെ എഴുതിക്കൂടെ? സ്ലാബ് എത്ര എഴുതാം? 21 എത്ര? 40. പക്ഷെ അയാളുടെ ഹവർ 21/40 20 മണിക്കൂർ ഉണ്ട് അയാൾക്ക്. ഇല്ല, എത്ര ഉള്ളൂ? 10 ഉള്ളൂ. 10ന്റെ എത്ര ശതമാനം? 20%. എത്ര വരും? 2. അപ്പൊ 2 + 3 4.5 വരും. 4.5. പൊളിയാണ് നിങ്ങൾ, പൊളി. ഓക്കെ അല്ലേ? 4.5. ഇനി അടുത്ത ഏതാ? ആന്റോണി. എൻ്റെ കൂടെ ഒരുത്തും പഠിച്ചിട്ടുണ്ട്. ആന്റോണി എന്ന് പറഞ്ഞാൽ വിളിച്ച് ആന്റണി. ഞങ്ങൾ ആന്റണി എന്ന് വിളിച്ചത്. പാക്ക കൊച്ചിക്കാരനാണ്. അതെ സർ, പ്ലീസ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യേ. അടുത്ത ഏതാ മക്കളെ? അടുത്ത സ്ലാബ് ഏതാ? 21 to എത്രയാണ്? ഒന്നില്ലേ? അല്ല, 21 to 40%. ശരിക്കും ഇതിൽ എത്ര ശതമാനം ഉണ്ട്? 20 ഉണ്ട്. പക്ഷെ ഇയാളുടെ 30 ഉള്ളൂ. 30-ൽ 10 ഇവിടെ എടുത്ത് 10 ഇവിടെ എടുത്ത് അപ്പം ഇനി എത്ര ഉള്ളൂ? 10 hours ഉള്ളൂ. അതിന് എത്ര വരും? അതിന് ഇൻറ്റു എത്ര വരും? 20% വരും. അപ്പം എത്ര വരും? 2 hour വരും. അങ്ങനെ ടോട്ടൽ ചെയ്താൽ മൊത്തം എത്ര വരും? 4.5 വരും. ഇനി അക്ബർ കഴിഞ്ഞാൽ ആരെയും കൂടെ എടുക്കാം? ആന്റോണി. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ടെക്സ്റ്റിലൊക്കെ ഇത് എങ്ങനെ ചെയ്തുള്ള അറിയോ? ഇതാ ഇങ്ങനെ ഇതണ്ട് ചെയ്തിട്ടുള്ളൂ. വേണ്ട, ഒറ്റ സ്ട്രെച്ചിൽ എങ്ങനെ? 10 × 10%, 10 × 15%, 10 × 20%. മറ്റടുത്ത് ഏതാ ചെയ്തുള്ളത്? മറ്റടുത്ത് ഇതുപോലെ തന്നെ അത്രേ ഉള്ളൂ. ഇനി അടുത്തത് അക്ബർ കഴിഞ്ഞിട്ട് പിന്നെ ഏതാ? ആന്റോണി എത്രയാണ് സേവ് ചെയ്തുള്ളത്? ടൈം സേവ്ഡ് 5% അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? 5% പറഞ്ഞാൽ ഇയാൾ ഏത് കാറ്റഗറിയിൽ വരും? ഫസ്റ്റ് കാറ്റഗറി പറഞ്ഞാൽ ഏതാണ്? അപ് ടു ഏതാണ്? 10%. 5% ഈക്വൽ ആയിട്ടുള്ള ഹവർ എത്ര? 5 hour ഇൻറ്റു എത്രയാണ്? 10%. അപ്പം എത്ര വരും? 0.50 hours വരും. സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? യെസ്, ക്ലിയർ. അപ്പോൾ ഇത് കിട്ടിയില്ലേ? ഇനി ഞാനൊരു ടേബിൾ കൊണ്ട് സെറ്റ് ചെയ്ത് തരട്ടെ. അപ്പോൾ ഓർമ്മല്ലേ ഏതൊക്കെ കിട്ടി? ഫസ്റ്റ് ആൾക്ക് എത്ര കിട്ടി? 6.5. മറ്റാൾക്ക് എത്ര കിട്ടി? 4.5. പിന്നെ എത്ര? 0.50. ഞങ്ങൾക്ക് ചെയ്യാൻ സമയം തരാം കേട്ടോ. ഓക്കെ, നമുക്ക് എന്താ റേറ്റ് തന്നുണ്ട്? എത്ര റുപ്യ? വൈകി 10 per hour, ഒരു മണിക്കൂറിന്. കാൽക്കുലേറ്റ് വൈകി മക്കളെ ടോട്ടൽ ഏർണിങ്സ് ഓഫ് ഈച്ച് വർക്കർ ആൻഡ് ഓൾസോ റേറ്റ് ഓഫ് ഏർണിംഗ് പെർ ഹവർ. ഒരു മണിക്കൂറിൻ്റെ റേറ്റ് കാണാനും പറഞ്ഞിട്ട് പെട്ടെന്ന് ചെയ്തു തരട്ടെ. സിമ്പിൾ. ഇനി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആരൊക്കെയാണ് ആളുകൾ? അമറുണ്ട്, അക്ബറുണ്ട്, പിന്നെ അതാ ആന്റോണി ഉണ്ട്. ഇവരുടെയൊക്കെ സ്റ്റാൻഡേർഡ് ഹവർ എല്ലാവർക്കും എത്ര തന്നെയാണ്? സ്റ്റാൻഡേർഡ് 100. ആക്ച്വൽ ഹവർ എത്ര? ഇവരെ പറയും 60, 70, 95. അപ്പം എന്ത് കിട്ടും? ടൈം സേവ്. ഓക്കെ അല്ലേ? ഇതൊക്കെ ഒരു ഇതിനു വേണ്ടി എഴുതുന്നതാണ്. 40, 30, 5. അപ്പം അത്രയും കിട്ടി. ഇനി ഇവരുടെ ബേസിക് വേജസ് പറയുമ്പോൾ അവരെത്രയാണോ ഹവേഴ്സ് വർക്ക് ചെയ്ത് അതിന് എത്ര റുപ്യ വെച്ച് കൊടുക്കേണ്ടി വരും? 10 റുപ്യ അല്ലേ? നമ്മളെന്താ കാണുന്നത്? ഇവരുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താന്ന് വായിച്ചേ? ടോട്ടൽ ഏർണിങ്സ്. അപ്പോൾ ആദ്യം ഇത് കാണാം. ടോട്ടൽ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ 2 കോമ്പണൻറ്റ് വരും. ഒന്നേതാ? അവരുടെ ബേസിക് വേജ്. എത്ര ബേസിക് വേജ് പറഞ്ഞു? 10 per hour ആണ്. അപ്പോൾ ഇവർ ആക്ച്വൽ ഇക്വേഷൻ എന്താ? ആക്ച്വൽ ഹവർ ഇൻറ്റു ടൈം റേറ്റ്. സിമ്പിൾ. ആക്ച്വൽ ഹവർ പറയും 60 ഇൻറ്റു 70 ഇൻറ്റു 95 ഇൻറ്റു 10. അപ്പോൾ ഇവിടെ 950, 700, 600. സിമ്പിൾ. കൂടാതെ അവർക്ക് ഏത് കൂടെ കൊടുക്കണം? ബോണസ്. ബോണസിൻ്റെ പരിപാടിയാണ് നമ്മളവിടെ കണ്ടെത്തിയത്. 6.5 hours.
അടുത്ത 4.5 പിന്നെ ഏതാ 0.50. ഇതിന്റെ റേറ്റും ഏത് തന്നെ. അപ്പോൾ ഇത് ഇവിടെ എന്താ എഴുതുക, ബോണസ് ഹവേഴ്സ് ഇൻറ്റു ഏത് തന്നെയാണ് ടൈം റേറ്റ്. വേറെ റേറ്റ് ഒന്നും പറയാനില്ലല്ലോ. 10. അപ്പോൾ എത്ര വരും 65. അപ്പോൾ ടോട്ടൽ 665 അല്ലേ ടോട്ടൽ ഏർണിങ്സ്. മറ്റടുത്ത് 4.10 എത്ര 45. അപ്പോൾ 745 അങ്ങനെ കണ്ട് തരും. ഓക്കെ അടുത്തേതാ ഇൻറ്റു 10. അപ്പോൾ എത്രയാ 5 രൂപ. അപ്പോൾ 955. ആൻസർ ആയാ ഇല്ല. ക്വസ്റ്റ്യൻ വായിക്കേ, അതാണ് പ്രശ്നം. ടോട്ടൽ ഏർണിങ്സ് ഓഫ് ഈച്ച് വർക്കറെ കണ്ടിട്ടോളൂ. ആൻസർ ആയി ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഏതാ റേറ്റ് ഓഫ് ഏർണിംഗ് പെർ ഹവർ. അപ്പോൾ ഏതാണ് അടുത്തേതാണ് ടോട്ടൽ ഏർണിങ്സ് 1 കഴിഞ്ഞു. രണ്ടാമത്തെ ഏതാ പറയും റേറ്റ് ഓഫ് ഏർണിംഗ് പെർ ഹവർ 1 മണിക്കൂറിന്. അതിനെന്താ ഇക്വേഷൻ ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഹവർ. അപ്പോൾ 665 745 955 ഇവരുടെയൊക്കെ ആക്ച്വൽ അവറുകൾ എത്രയൊക്കെയാണ് 40 അല്ല 60 70 95 ഡിവൈഡ് ചെയ്തിട്ട് എത്ര വരും, അതാണ് എന്ത് പെർ ഹവർ റേറ്റ്. എത്ര വരും പറയും 11.083. ഓക്കെ കറക്റ്റ്. അടുത്ത് കണ്ട കാൽക്കുലേറ്റർ എടുക്കാതെ ചിലവർ ഇങ്ങനെ ഇരിക്കും, അതാണ് ഈ പ്രശ്നേ. 10.64. അടുത്ത് 10. ഓക്കെ അല്ലേ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ. യെസ് ഐ തിങ്ക് ഇതേപോലത്തെ സാധനം റീസെന്റ് ഒക്കെ എക്സാമിന് പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇൻഷാല്ലാ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എന്ത് എടുക്കും, ഒരു ക്യാമ്പ് ചെയ്യാണ്ട് കണ്ടക്ട് ചെയ്യും 3 ദിവസം. ഈ പൈസ എന്തെങ്കിലും ഫ്രീ ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. 3 ദിവസം ഉണ്ട് ഇതൊക്കെ. എന്നാൽ 3 ദിവസം യൂട്യൂബിൽ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് എന്ത് ചെയ്യും അപ്ലോഡ് ചെയ്യും. പഠിക്കേണ്ടവർ പഠിക്കണം. മാനേജ്മെന്റ് അക്കൗണ്ടിങ് 4 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് കേട്ടോ. മൊത്തം 5 ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. 4 അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ അന്ന് ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തു. That's all about this particular question.